നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. തൽക്കാലത്തേക്ക് ഞാനത് ക്ഷമിക്കും. അധികം വൈകാതെ ഞാൻ നിന്റെ ഭാര്യയാകും. എന്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിനെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു നാണം കിട്ട ഒരുത്തനാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എന്റെ താലിയും പ്രതീക്ഷയാണ് നീ ഇതൊക്കെ ചെയ്യുന്നെങ്കിൽ നീ വെറുതെ സമയം കളയണ്ട. ഒന്ന് നീ മറക്കണ്ട, മുഹൂർത്ത സമയത്ത് കല്യാണം മുടങ്ങിയ ഒരു കല്യാണ പെണ്ണിന്റെ അവസ്ഥയായിരിക്കും നിനക്ക്. ഞാനിത് ഇത്ര കോൺഫിഡൻസോടെ പറയണമെങ്കിൽ അതിനൊരർത്ഥമേ ഉള്ളൂ. ഈ വിവാഹം നടക്കില്ല. അതെന്റെ അർച്ചനടുത്ത് എനിക്കെന്ന വാക്കാണ്. ആ വാക്കിന് വിപരീതമാണ് ഒരുപക്ഷെ നടക്കുന്നെങ്കിൽ വിവാഹ വസ്ത്രത്തിൽ തന്നെ നീ വിധവയാകും. അർച്ചനടുത്തിലെ വാക്കും എന്റെ തീരുമാനവും രണ്ടിലേത് നടന്നാലും നിനക്കത് തോരാ കണ്ണീരാവും. അത് ഞാനങ്ങ് സഹിച്ചു. നീ നിന്റെ ഏട്ടത്തെ വിശ്വസിക്കുന്ന പോലെ തന്നെ ഞാൻ എന്റെ ചേച്ചിയും വിശ്വസിക്കുന്നുണ്ട്. അവന്തികയുടെ തീരുമാനത്തിന് മുകളിലല്ല അർച്ചനയുടെ വാക്ക്. പിന്നെ വിവാഹ ദിവസം തന്നെ ഞാൻ വിധവയാകുന്ന കാര്യം എന്റെ താലിഭാഗ്യം അത്രേ ഉള്ളൂവെങ്കിൽ അതെന്റെ തലയിൽ എഴുത്തായി കണ്ട് ഞാൻ അങ്ങ് ആശ്വസിച്ചോളാം. അല്ലെങ്കിൽ നിർത്ത്. നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഡ്രസ് എടുക്കാനല്ലേ? എന്നാ പിന്നെ അത് ചെയ്യാം. എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നേ? ഞാനാണോ പറഞ്ഞത്? എന്നെ കൊണ്ട് ഓരോന്ന് പറയിക്കുന്നതല്ലേ. നമ്മുടെ വിവാഹം നടക്കുമെന്ന് സന്ദീപിനും അറിയാം, എനിക്കും അറിയാം. പിന്നെ നടക്കില്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് വെറുതെ ഒരു ടെൻഷൻ ബിൽഡപ്പ് മാത്രം. അതുകൊണ്ട് നമ്മുടെ വിവാഹത്തിന് ആവശ്യമുള്ളത് എന്താന്ന് വെച്ചാൽ അങ്ങ് വാങ്ങിച്ചേക്ക്. ആ സ്നേഹൻ, നിന്റെ ചേട്ടന് നല്ലൊരു ഡ്രസ്സ് നീ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്ക്. വാങ്ങുമ്പോ വലിയ കസവുള്ളൊരു മുണ്ട് തന്നെ ആയിക്കോട്ടെ. ഇനി സന്ദീപ് നേരത്തെ പറഞ്ഞ പോലെ താലി കെട്ടി ഉടനെ വിധവയാകാനാണ് എന്റെ യോഗമെങ്കിൽ എന്റെ അഭിമന്യ ഭർത്താവ് ചത്ത് കിടക്കുമ്പോ ചമഞ്ഞു തന്നെ കിടക്കട്ടെ. അതാ എനിക്കിഷ്ടം. ഹലോ ഹലോ ആതിരെ, ഹലോ ആതിരെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. താൻ അമ്പലത്തിലേക്ക് വരണം, അത് പറയാനാ ഞാൻ വിളിച്ചത്. സന്ദീപ് എന്നെ വിവാഹത്തിന് ക്ഷണിക്കാൻ വിളിച്ചതാണോ? അതിനെ പ്ലീസ്, വിവാഹം നടക്കില്ല. ശരി, ഞാൻ വിശ്വസിക്കാം. നടക്കാത്തൊരു വിവാഹത്തിന് വേണ്ടി എന്തിനാ പിന്നെ ഇത്രയൊരു പ്രഹസനം? ആരെ കാണിക്കാനാ? അതിനെ പറയുന്ന എനിക്ക് മനസ്സിലായി. ഞാൻ കാരണം എന്റെ അച്ഛനൊന്നും വരരുത്. അങ്ങനെ സംഭവിച്ചാൽ എനിക്കും തനിക്കും പിന്നെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല. എനിക്കും തനിക്കും സമാധാനത്തോടെ ഒരു ജീവിതം, അതൊക്കെ എന്നെ എന്റെ മനസ്സിൽ നിന്ന് പോയതാ. ഞാൻ വരാം. ഈ വിവാഹം നടന്നാലും ഇല്ലെങ്കിലും എനിക്കിപ്പോ ഒരുപോലെ തന്നെയാ. എന്റെ ചേച്ചി പറഞ്ഞ വാക്കിന്മേലാണ് സന്ദീപ് ധൈര്യമായിട്ടിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ വരും, ഉറപ്പായിട്ടും. അവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്കും കാണണം. ആതിരെ, ഹലോ. നമ്മൾ നേരായ വഴിയിലാണെങ്കിൽ നേരത്തെ പറഞ്ഞ ബലങ്ങളെല്ലാം ആ വഴിയിൽ നിന്ന് തന്നെ കിട്ടും. ഓരോരുത്തരുടെ മുമ്പില് ഓരോ മുഖങ്ങളില്ല അർച്ചനയ്ക്ക്. ഏട്ടത്തെ പോലെ നാട്യശാസ്ത്രവും വശമില്ല. ഒരു മുഖവും ഒരു തീരുമാനവും, അത്രേ ഉള്ളൂ. അതെ, പല മുഖങ്ങളുണ്ട് എനിക്ക്. അലാരിപ്പിൽ തുടങ്ങി തില്ലാനയിൽ അവസാനിക്കുന്ന നാട്യവും
ശൃംഗാരത്തിൽ തുടങ്ങി ശാന്തം വരെയുള്ള നവരസങ്ങളും കാണാൻ പാഠമാണ് എനിക്ക്. ഒരേ സമയം പല ഭാവങ്ങൾ മിന്നി മറയും ഈ മുഖത്ത്. എന്റെ അഭിനയത്തിന് മാർക്കിടാൻ നീ ആയിട്ടില്ല അർച്ചന. എന്റെ കാര്യസാധ്യത്തിന് ഏതറ്റം വരെ ഞാൻ പോവും. നിന്നെക്കൊണ്ട് ഒരിക്കലും അതിന് കഴിയില്ല. അനിയത്തിയുടെ കണ്ണീര് കണ്ട് വിവാഹം മുടക്കാൻ ചാടി പുറപ്പെട്ടപ്പോ നീ ഒരു കാര്യം മറന്നുപോയി. കളിക്കാൻ ഇറങ്ങുന്നത് ഈ അവന്തികയോടാണെന്ന്. നീ ഇപ്പൊ നിൽക്കുന്നത് റോങ് സൈഡിലാ. അതൊരിക്കലും നിനക്ക് ഗുണം ചെയ്യില്ല. നിവർത്തിയില്ലാതെ വന്നാ കൊന്നു കളയും ഞാൻ. ഭീഷണിയാണോ? അതെ, നീ അങ്ങനെ തന്നെ കൂട്ടിക്കോ. എങ്കിലേ ഈ ഭീഷണിയില് എനിക്ക് അല്പം പോലും ഭയം തോന്നില്ല എന്നുള്ളതാ വാസ്തവം. ഞാൻ കരുതിയ ആളെയല്ല നിങ്ങളെന്ന് പെട്ടെന്നൊരു തിരിച്ചറിവുണ്ടായപ്പോ ഞാനൊന്ന് പകച്ചുപോയെന്നുള്ളത് നേരെ. ആ തിരിച്ചറിവ് ഞാൻ ഉൾക്കൊണ്ടതിന് ശേഷം ഒരിക്കൽ പോലും ഞാൻ നിങ്ങളെ ഭയന്നിട്ടില്ല. എന്റെ ഏട്ടത്തി തന്നെയാണ് എന്റെ ശത്രു എന്ന് ഞാൻ അറിയുന്ന നിമിഷങ്ങളൊക്കെ ഞാനൊന്ന് ഞെട്ടിയിരുന്നു. ആ ഞെട്ടല ഭയമാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചത്. അല്ലെങ്കിലും ഞാൻ ഭയപ്പെടാൻ മാത്രം ഒന്നുമല്ല നിങ്ങൾ. ഒരു ഡിവോഴ്സ് പേപ്പർ കാണിച്ച ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതാണോ ഒരു വലിയ കാര്യമായിട്ട് നിങ്ങൾ കാണുന്നത്? അതോ അത് അച്ഛനെ കാണിക്കുമെന്ന് പറയുന്നതോ? ഞാനും സച്ചേട്ടനും ബന്ധം വേർപിരിയുന്ന കാര്യം അച്ഛനെ അറിയിക്കുന്നല്ലേ പറഞ്ഞത്? പോയി പറയും. അല്ലെങ്കിൽ സന്ദീപും ആതിരയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം അച്ഛനോട് പോയി പറയും. ഈ രണ്ട് കാര്യങ്ങളും എങ്ങനെ അദ്ദേഹത്തോട് പറയുമെന്ന് കരുതി ടെൻഷൻ അടിച്ചിരിക്കുക ഞാൻ. ഏട്ടത്തിയേട്ട അത് അച്ഛനെ അറിയിച്ച വലിയ സന്തോഷം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.